വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾ ഈ ഒരു അമ്പലത്തിൽ എത്തിച്ചേരുന്നത്. കൊല്ലത്തുള്ള ഒരു സൺറൈസ് പോയിന്റിലോട്ട് പോകാനുള്ളൊരു യാത്രയിലായിരുന്നു ഞങ്ങൾ. അത്യാവശ്യം നല്ല മഴയായിരുന്നു. രാവിലെ ഒരു 6 മണി ആ സമയത്തൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അന്നേരം വരുന്ന വഴിയെല്ലാം ഭയങ്കര മഴയായിരുന്നു, ഹെവി റെയിനായിരുന്നു. അപ്പം അത്രയും ഹെവി റെയിൻ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സൺറൈസ് മിസ്സാകും എന്നുള്ള ഒരു ഓൾമോസ്റ്റ് എല്ലാ ധാരണയും കിട്ടി. അങ്ങനെ നമ്മൾ എത്താനുള്ള ഒരു ഏകദേശം 5 കിലോമീറ്ററിന് മുമ്പ് വെച്ചിട്ടാണ് ഈ ഒരു അമ്പലം പോകുന്ന വഴിയിൽ റോഡ് സൈഡിലായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. പുറമേ നമ്മൾ റോഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആംബിയൻസ് ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ആംബിയൻസിലാണ് ഈ അമ്പലം ഇരിക്കുന്നതെന്നൊന്നും നമുക്ക് പുറമേ നോക്കുമ്പോൾ അറിയാനേ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ കമലാ സുരയ്യയുടെ ഒരു നോവൽ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാണ് നമുക്ക് ഇവിടെ ഈ ഒരു ആംബിയൻസിൽ വന്ന് ഈ അമ്പലത്തിൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഏകദേശം രാവിലെ ഒരു 6-6:30 തന്നെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മോർണിംഗിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ആ അമ്പലത്തിനടുത്ത് തന്നെ ഒരു വലിയൊരു അമ്പലക്കുളമൊക്കെ ഉണ്ട്. കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ്. പുറകുവശത്തായിട്ടൊരു ചെറിയ കാവൊക്കെ ഉണ്ട്, ഒരു സർപ്പക്കാവുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ വീഡിയോ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഭയങ്കര ഒരു എസ്തെറ്റിക്സ് എന്നൊക്കെ പറയില്ലേ, നമുക്ക് വിഷ്വലിലൊന്നും പകർത്താൻ പറ്റുന്ന ഒരു ഭംഗിയല്ല. നമ്മൾ അത് ഇവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറേ എലമെൻറ്റ്സ് ഇവിടെ ഉള്ളതായിട്ട് തോന്നി. ആ ഒരു കാവും ആ ഒരു പ്രകൃതിയുടെ ഒരു സൗണ്ടും, വേറെ അങ്ങനെ അധികം ഒച്ചപ്പാടോ അങ്ങനെ ഒരു ബഹളമോ ഒന്നും ഇല്ലാതെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഒരു മൈൻഡ് വോയിസ് പോലെ ഇങ്ങോട്ട് വരണം എന്നുള്ള ഒരു തോന്നലിൽ വെറുതെ നമ്മളിങ്ങ് അകത്തോട്ട് കയറിയതാണ്. വന്നപ്പോൾ കണ്ട ഒരു ആംബിയൻസ് കണ്ട് നമ്മൾ ഞെട്ടിപ്പോയി. ഇത്രയും ഒരു ആംബിയൻസോ ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലോ ഇവിടെ. നമ്മൾ കയറിയില്ലായിരുന്നെങ്കിൽ അത് ഭയങ്കരമായിട്ട് മിസ്സ് തന്നെ ആയേനെ. കാരണം നമുക്ക് ആ സൺറൈസ് പോയിന്റ് പോകാൻ പറ്റാത്ത, ചിലപ്പോൾ ഇവിടെ വരാനുള്ള ഒരു ഡെസ്റ്റിനി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഡെസ്റ്റിനി ആണെന്നുള്ളൊരു തോട്ട് ആയിരുന്നു നമുക്ക് ഇവിടെ വന്നപ്പോൾ. കൊല്ലം പത്തനാപുരം പോകുന്ന വഴി ആ പട്ടാഴി ആ ഒരു സൈഡിലെവിടെയാണ്. കൃത്യമായിട്ട് ഈ അമ്പലത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അറിയാമെന്നുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ എക്സാക്റ്റ് ഏതാണ് ഈ അമ്പലം, ഒരു ശിവക്ഷേത്രമാണെന്ന് മാത്രം അറിയാം കേട്ടോ.